വെൽക്കം ടു CS ക്ലാസ് റൂം. നമ്മൾ പുതിയൊരു കോഴ്സാണ് നോക്കാൻ പോകുന്നത്. കോഴ്സ് നെയിം കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ, കോഡ് PBCST 404. ഇത് 2019 സ്കീമിലും S4 തന്നെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. സിലബസ് എല്ലാം പ്രിറ്റി മച്ച് ദ സെയിം. കുറച്ച് ഒമിഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡ്യൂൾ 1 നോക്കാം. മോഡ്യൂൾ 1 ബേസിക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ദെൻ സിസ്ക് വിസസ് റിസ്ക് ആർക്കിടെക്ചർ, പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്, മെഷീൻ ലാംഗ്വേജ്. ഈ 4 സെക്ഷൻസ് ആണുള്ളത്. നമ്മൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെക്ഷൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ്, വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബേസിക് ഓപ്പറേഷണൽ കോൺസെപ്റ്റ്സ്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ്, ഫങ്ഷണൽ യൂണിറ്റ്സ്. ഒരു കമ്പ്യൂട്ടറിൽ എന്തൊക്കെ യൂണിറ്റ്സ് ഉണ്ട് നമുക്കറിയാം. ഇൻപുട്ട്, ഔട്ട്പുട്ട് ഉണ്ട്. നമുക്ക് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ കീബോർഡ്, മൗസ്, അങ്ങനത്തെ വളരെ എലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങൾ. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിന്റർ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ കമ്പ്യൂട്ടറിന്, അതിന് നമ്മൾ IO എന്ന് പറയും. അതുപോലെ കമ്പ്യൂട്ടറിന് ഒരു മെമ്മറി ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഒരു പ്രൊസസ്സർ ഉണ്ടാവും. ഈ പ്രൊസസ്സറിന്റെ ഉള്ളിൽ നമുക്ക് ALU ഉണ്ട്. ALU എന്ന് പറയുമ്പോൾ അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. അരിത്മെറ്റിക്സും അതുപോലെ ലോജിക് പരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു IC ആണ് ALU എന്ന് പറയുന്നത്. അതുപോലെ കൺട്രോൾ സർക്യൂട്ടറി ഉണ്ടാവും. റൈറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ഇതൊക്കെയാണ് ഇൻപുട്ട്, മെമ്മറി യൂണിറ്റ്, ALU, ഔട്ട്പുട്ട്, കൺട്രോൾ യൂണിറ്റ്സ്. റൈറ്റ്, നൗ ഇൻപുട്ട്, നമ്മളൊരു ഇൻപുട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു ഹ്യൂമൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ കീബോർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് കൊടുക്കുന്നു, അല്ലെ? നമ്മുടെ സിസ്റ്റത്തിലോട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ്. ദ ഇൻഫോർമേഷൻ റിസീവ്ഡ്, നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ, ഇപ്പൊ നമ്മളൊരു കോഡ് ചെയ്യുവാണ് അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതുവാണ്, ഇതെല്ലാം എവിടെയാണ് സ്റ്റോർഡ് ആവുന്നത്? കമ്പ്യൂട്ടേഴ്സ് മെമ്മറിയിലാണ് സ്റ്റോർഡ് ആവുന്നത്. എന്തിനു വേണ്ടി? ഫോർ ലേറ്റർ റെഫറൻസ് ഓർ ഇമീഡിയറ്റ്ലി യൂസ്ഡ് ബൈ ദ അരിത്മെറ്റിക് ആൻഡ് ലോജിക് സർക്യൂട്ടറി. റൈറ്റ്, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറും, നമ്മൾ ടൈപ്പ് റൈറ്റർ ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യണ സമയത്ത് തന്നെ പ്രിന്റ് ചെയ്ത് വരും. ഓൾ റൈറ്റ്, കമ്പ്യൂട്ടറിൽ എന്താ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിലൊരു മെമ്മറി എലിമെന്റ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എല്ലാം എന്താണ്? കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലോട്ട് സ്റ്റോർഡ് ആയിരിക്കും. അത് ചിലപ്പോൾ ലേറ്റർ നമുക്ക് പിന്നീട് റെഫറൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് എന്താണ് ALUയിലൂടെ അത് വർക്ക് ചെയ്യിപ്പിക്കണോ, അങ്ങനത്തെ ചില കാര്യങ്ങൾ ഉടനെ തന്നെ നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും. റൈറ്റ്, സോ ഇതാണ് സെക്കൻഡ് പോയിന്റ്. The processing steps are determined by a program stored in the memory. Right, so ഈ program, now you have to understand one thing. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മെമ്മറിയിൽ നമ്മൾ ചില കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്, ഇനി ഈ പ്രോഗ്രാമിന്, ഈ എഴുതിയിരിക്കുന്ന, ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ നമ്മൾ റിട്രീവ് ചെയ്യണം. റൈറ്റ്, ഇതിനെ നമുക്ക് എടുക്കണം, അതിനെ യൂസ് ചെയ്യണം. അപ്പൊ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻസ് നമുക്ക് വേണം. റൈറ്റ്, സോ മെമ്മറിയിൽ എന്താണ്? നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുവാണ്. ഇൻസ്ട്രക്ഷൻസ്, ഈ ഇൻസ്ട്രക്ഷനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മെമ്മറിയിലുള്ള ഡേറ്റേനൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. റൈറ്റ്, സോ 2 കാര്യങ്ങളാണ് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർഡ് ആയിരിക്കുന്നത്. ഒന്ന് ഡേറ്റയുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. റൈറ്റ്, സപ്പോസ് നമ്മുടെ ഡേറ്റ 5 എന്ന് പറഞ്ഞാൽ 5ഓ 10ഓ സപ്പോസ് അങ്ങനത്തെ ഡേറ്റ എന്ന് വിചാരിക്കുക. എനിക്ക് ഈ 5ഉം 10നെയും എനിക്ക് എടുക്കണം. റൈറ്റ്, എനിക്ക് എടുത്തിട്ട് ഇത് 2നെയും ആഡ് ചെയ്യണം. അപ്പൊ ഇതിനു വേണ്ടി വി നീഡ് സം ഇൻസ്ട്രക്ഷൻസ്, സം പ്രോഗ്രാം. റൈറ്റ്, അപ്പോൾ നമുക്ക് എന്താണ് A+B അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ്, വളരെ ബേസിക് കാര്യമാണ്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഈ ഇൻസ്ട്രക്ഷൻ എന്താണ്? പ്രോഗ്രാമാണ്, അല്ലെ? സോ ദിസ് പ്രോഗ്രാം ഈസ് ഓൾസോ സ്റ്റോർഡ് വെയർ? ഇൻ ദി മെമ്മറി. സോ മെമ്മറിയിലെ ഉള്ളിൽ എന്തുണ്ട്? പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന് ആവശ്യമുള്ള ഡേറ്റയും എവിടെ സ്റ്റോർഡ് ആയിരിക്കും? മെമ്മറിയിൽ തന്നെ സ്റ്റോർഡ് ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രോസസിംഗ് സ്റ്റെപ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ എ പ്രോഗ്രാം. എന്ത് പ്രോസസിംഗ് സ്റ്റെപ്സ്? നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ പ്രോസസിംഗ് സ്റ്റെപ്സ് തീരുമാനിക്കുന്നത് ആരാണ്? പ്രോഗ്രാം. ആ പ്രോഗ്രാം എവിടെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുന്നത്? അതും മെമ്മറിയിൽ തന്നെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുന്നത്. നൗ ഫൈനലി ദ റിസൾട്ട്സ് ആർ സെൻഡ് ബാക്ക് ടു ദി ഔട്ട്സൈഡ് വേൾഡ് ത്രൂ ദി ഔട്ട്പുട്ട് യൂണിറ്റ്. നൗ ചിലപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റിലൂടെ പുറത്തോട്ട് വിടേണ്ട കാര്യം വരില്ലായിരിക്കും, ചെയ്യേണ്ട. യൂഷ്വലി എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് സ്ക്രീൻ വഴി നമ്മൾ പുറത്തോട്ട് കാണിക്കണം. റൈറ്റ്, സോ അതിനുവേണ്ടി നമുക്ക് എന്താണ്? ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് വേണ്ടി വരിക. നൗ all of this action, now ഇതെല്ലാം ഈ ചെയ്യുന്ന കാര്യം നമ്മുടെ ഡേറ്റേനെ എടുക്കുന്നു. റൈറ്റ്, അത് ഡേറ്റേനെ എങ്ങനെ എടുക്കുന്നു? ത്രൂ പ്രോഗ്രാം. ആ പ്രോഗ്രാം ഇവിടെ സ്റ്റോർഡ് ആയിരിക്കുന്നത് നമ്മുടെ മെമ്മറിയിലായിരിക്കും. അതിനെ എടുത്തിട്ട് റിസൾട്ട്സ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഔട്ട്സൈഡ് മെമ്മറി ഔട്ട്പുട്ട് യൂണിറ്റിലോട്ട് സെൻഡ് ചെയ്യുന്നു. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. റൈറ്റ്,
അപ്പൊ എന്തൊക്കെയാണ് ഫംഗ്ഷൻ യൂണിറ്റ്സ്? ഒന്ന് IO ഉണ്ട്, IOയിൽ എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ട്, പിന്നെ മെമ്മറി ഉണ്ട്, പിന്നെ എന്തുണ്ട് ALU ഉണ്ട്, അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ALU കൺട്രോൾ യൂണിറ്റ് നമ്മൾ എന്താ പറയാ? പ്രൊസസ്സർ എന്ന് പറയുന്നത്. നമ്മുടെ CPU എന്നൊക്കെ പറയുന്നത് അതാണ് ഈ പ്രൊസസ്സർ. ഇതിന്റെ ഉള്ളിൽ ALU ഉണ്ടാവും, അതുപോലെ കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും. പിന്നെ അതല്ലാതെ മെമ്മറി ഉണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിന് ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും ഉണ്ട്. റൈറ്റ്. സോ ഇത്രയുമാണ് ബേസിക് ഫംഗ്ഷൻ യൂണിറ്റ്സ്. ഇതിന്റെ ചെറുതായിട്ട് ഓരോന്നായിട്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ നമ്മൾ നോക്കും. കണക്ഷൻസ് ഇൻ ബിറ്റ്വീൻ ദീസ് യൂണിറ്റ്സ് ആർ മെയ്ഡ് ഇൻ ഡിഫറെന്റ് വേസ്. നമുക്കറിയാം വയർഡ് രീതിയിലോ പല രീതിയിൽ നമുക്ക് എന്താണ് ഇവ തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. Arithmetic and logic units in conjunction with the main control circuitry is commonly referred to as the processor. നേരത്തെ നോക്കിയതുപോലെ ഇതെന്താ? ഇത് മൊത്തത്തിൽ നമ്മൾ എന്ത് പറയും? പ്രോസസർ എന്ന് പറയും. ALUവും കൺട്രോൾ യൂണിറ്റും കൂടെ ചേർന്നിട്ട് എന്താ നമ്മൾ പറയുന്നത്? പ്രോസസർ. കാരണം ഇവിടെയാണ് പ്രോസസ്സിംഗ് നടക്കുന്നത്. റൈറ്റ്. സോ ഇത് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം? ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓൾറൈറ്റ്. The input unit and output unit is often collectively referred to as the IO unit. Input output നെ ഒരുമിച്ച് നമ്മൾ എന്താ പറയാ? Collectively input അല്ലെങ്കിൽ IO unit എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. The information that is handled by a computer is generally categorized as, നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു കമ്പ്യൂട്ടർ എന്താണ് ഹാൻഡിൽ ചെയ്യുന്ന ഇൻഫോർമേഷൻ ഒന്നെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റ ആയിരിക്കാം. ഇൻസ്ട്രക്ഷൻസിൽ ഡേറ്റ വേണ്ടി വരും നമുക്ക്. റൈറ്റ്. ഒരു ഇൻസ്ട്രക്ഷൻ സപ്പോസ് നമ്മൾ പറയുവാണ്, സപ്പോസ് നമ്മളൊരു ഒരു പാചകം ചെയ്യുവാണ്. ഇപ്പൊ നമ്മൾ എന്താ പറയുക? നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആട്ട, ദെൻ വി നീഡ് സം വാട്ടർ. റൈറ്റ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എന്താണ്? ഇപ്പൊ നമ്മൾ പറയാണ് ആട്ടയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് വേണം? അതിനെ ലംപാക്കി മാറ്റുവാണ്. സോ ദീസ് ആർ വാട്ട്? ഇതെല്ലാം ഡേറ്റയാണ്. റൈറ്റ്. ആൻഡ് ഈ ഡേറ്റേനെ ചെയ്യുന്ന നമ്മൾ പറയണം ഫസ്റ്റ് ഡു ദിസ് ദെൻ ഡു ദാറ്റ്. അതെല്ലാം ഇൻസ്ട്രക്ഷൻസ് ആണ്. റൈറ്റ്. സോ ഈ ഇൻസ്ട്രക്ഷൻസ് എവിടെ സ്റ്റോർഡ് ആയിരിക്കും? പ്രോഗ്രാമിൽ തന്നെ സ്റ്റോർഡ് ആയിരിക്കും. ഈ ഇൻസ്ട്രക്ഷൻ എന്ത് വേണം? നമുക്ക് ഡേറ്റ, അത് ഇവിടെ സ്റ്റോർഡ് ആയിരിക്കും നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ. രണ്ട് കാര്യങ്ങൾ എവിടെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുന്നത്? നമ്മുടെ മെമ്മറിയിൽ തന്നെയാണ് സ്റ്റോർഡ് ആയിരിക്കുന്നത്. ഈ കാര്യം നമ്മൾ മറക്കരുത്. Now ഇൻസ്ട്രക്ഷൻസ് ആർ എക്സ്പ്ലിസിറ്റ് കമാൻഡ്സ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇൻസ്ട്രക്ഷൻസ് എന്താണ്? കമാൻഡ്സ് ആണ് ദാറ്റ് govern the transfer of information within a computer as well as between the computer and its IO device. റൈറ്റ്. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമാൻഡ് കൊടുക്കുന്നതാണ് ഇതിൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. ചില കാര്യങ്ങൾ, ചില ഇൻഫോർമേഷൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ IO ഡിവൈസസിന്. റൈറ്റ്. അതിന് നമ്മൾ എന്ത് പറയും? ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചോളം സ്പെസിഫൈസ് ദി അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ടു ബി പെർഫോം. എന്ത് അരിത്മെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്? അത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഇടമാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. Now, a list of instructions that perform a task is called program. നമുക്കറിയാം ലിസ്റ്റ് ഓഫ് ഒരുപാട് I1 I2 അങ്ങനെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ എഴുതുവാണ്. നമ്മൾ എന്ത് പറയും? അതിനെ മൊത്തത്തിനെ ഒരു പ്രോഗ്രാം എന്ന് പറയും. നമ്മൾ എഴുതുന്ന സിമ്പിൾ പ്രോഗ്രാമിൽ എന്തുണ്ടാവും? ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. ഇന്റ് സപ്പോസ് C പ്രോഗ്രാമിൽ നമ്മൾ പറയുകയാണ് ഇന്റ് A B C, A is equal to something, B is equal to something, C is equal to A plus B, print F. ഇതെല്ലാം എന്താ? ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതെല്ലാം കൂടെ കളക്റ്റീവ്ലി നമ്മൾ എന്ത് പറയും? പ്രോഗ്രാം എന്ന് പറയും. ഇത് എന്തിനു വേണ്ടിയാണ്? പെർഫോംസ് എ ടാസ്ക്. റൈറ്റ്. പ്രോഗ്രാം ഈസ് യൂഷ്വലി സ്റ്റോർഡ് ഇൻ ദി മെമ്മറി. അറിയാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൽ എന്തുണ്ട്? സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് ഇനീഷ്യലി എവിടെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക? മെമ്മറിയിലായിരിക്കും. ദ പ്രൊസസർ ഫെച്ചസ്. എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി ഈ മെമ്മറിയുടെ ഉള്ളില് എന്തുണ്ട്? പ്രോഗ്രാം ഉണ്ട്. റൈറ്റ്. കുറെ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമിൽ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ പ്രൊസസർ എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം പോയിട്ട് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും. ദാറ്റ് മേക്ക് അപ്പ് ദ പ്രോഗ്രാം ഫ്രം ദി മെമ്മറി. മെമ്മറിയിൽ നിന്ന് ആ പ്രോഗ്രാം എടുത്തിട്ട് ആ പ്രോഗ്രാം എന്തുണ്ടാവും? ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. വൺ ആഫ്റ്റർ അനദർ ആൻഡ് പെർഫോംസ് ദി ഡിസൈഡ് ഓപ്പറേഷൻ. അപ്പൊ പ്രോസസർ എന്ത് ചെയ്യും? പ്രോസസർ ഏറ്റവും ആദ്യം മെമ്മറിയിൽ പോയിട്ട് പ്രോഗ്രാം എടുത്തിട്ട് ആ പ്രോഗ്രാമിന്റെ ഉള്ളിലുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്തിട്ട് അതെന്താ പറയുന്നത് അതിനനുസരിച്ച് ജോലി ചെയ്യും. Data are numbers and encoded characters that are used as operands by the instruction. Now ഈ പോയിന്റ് രണ്ട് പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഇൻസ്ട്രക്ഷന്റെ ഉള്ളില് ചില ഡേറ്റ ഉണ്ടാവും. റൈറ്റ്. ഇപ്പൊ നമ്മൾ ഇന്റ് A is equal to 10. റൈറ്റ്. അപ്പോൾ ഇതൊരു ഇൻസ്ട്രക്ഷൻ ആണ്. ആ ഇൻസ്ട്രക്ഷനിൽ എന്താ നമുക്ക് ഡേറ്റ ആയിട്ടുള്ളത്? 10. ഈ 10 എവിടെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക? മെമ്മറിയിലായിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക. സോ ഡേറ്റ എന്താണ്? നമ്പേഴ്സ് ആവാം,
ചില എൻകോഡഡ് ക്യാരക്ടേഴ്സ് ആവാം, അതായത് AB അല്ലെങ്കിൽ ഡോളർ എന്തും ആവാം. ദാറ്റ് ആർ യൂസ്ഡ് ആസ് ഓപ്പറാൻഡ്സ്. ഓപ്പറാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഇതേപോലത്തെ ഡേറ്റ, ഇതിനെ ഒരു ഓപ്പറാൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, റൈറ്റ്, ബൈ ദ ഇൻസ്ട്രക്ഷൻ. സോ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഡേറ്റ ഉണ്ടാവാം, എൻകോഡഡ് ക്യാരക്ടേഴ്സ്, ഇതിനെ നമ്മൾ എന്ത് പറയും, സോറി നമ്പേഴ്സ് ആവാം, എൻകോഡഡ് ക്യാരക്ടർ, ഇതിനെ നമ്മൾ എന്ത് പറയും, ഡേറ്റ എന്ന് പറയും, റൈറ്റ്. സോ ഇത് എവിടെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക, ഇതും നമ്മുടെ മെമ്മറിയിൽ തന്നെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക. നൗ information handled by a computer must be encoded in a suitable format such as binary BCD ഫോർമാറ്റ്. now വേറൊരു കാര്യം, ഇതിനെ നമ്മൾ എന്താണ്, നമ്മൾ ഇവൻച്വലി മെഷീൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താണ്, ബൈനറി ആയിരിക്കും. സോ നമ്മൾ എന്താണ്, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എഴുതുവാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ BCD ഫോർമാറ്റിലോ അല്ലെങ്കിൽ ബൈനറി ഫോർമാറ്റിലോ നമ്മൾ എന്ത് ചെയ്യും, അതിനെ എൻകോഡ് ചെയ്യും. അതായിരിക്കും നമ്മുടെ ഇൻഫോർമേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, അതായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. now ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. Computers accept coded information through input units which read the data. So input unit എന്താണ്, ഈ ഇൻഫോർമേഷൻ എടുക്കാൻ വേണ്ടി ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഇൻഫോർമേഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഇടമാണ് ഇൻപുട്ട് യൂണിറ്റ്. Now these devices take input from the user and convert it to binary language that the computer can understand and interpret. I think ഇതിന് എനിക്ക് എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. Now the most well-known input device എന്താണ്, കീബോർഡ് ആണ്. Now whenever a key is pressed, the corresponding letter or digit is automatically translated into its corresponding binary code and transmitted over a cable to either the memory or processor. ഇതാ സംഭവിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുവാണെങ്കിൽ ആ കറസ്പോണ്ടിങ് കീന്റെ എന്തുണ്ടാവും, ഒരു ആസ്കി കോഡ് ഉണ്ടാവും. ആ ആസ്കി കോഡ് ആയിരിക്കും എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെമ്മറിയിലോട്ട് അല്ലെങ്കിൽ പ്രോസസ്സറിലോട്ട്, എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച്. സം ഇമ്പോർട്ടൻറ്റ് ഇൻപുട്ട് ഡിവൈസ്, അതായത് വളരെ ലോവർ ക്ലാസ് നമ്മൾ പഠിക്കുന്നതാണ്, മൗസ്, ജോയ്സ്റ്റിക്, സ്കാനർ, മൈക്രോഫോൺ, ഇതെല്ലാം എന്താണ്, നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഈ ഇൻപുട്ട് ഡിവൈസസിലൂടെയാണ് നമ്മൾ പുറത്ത് ഒരു ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിനെ ഫീഡ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്താണ്, അതൊരു കൗണ്ടർ പാർട്ടാണ് ഇൻപുട്ട് യൂണിറ്റിന്റെ. എങ്ങനെയാണ്, ഇറ്റ്സ് ഫംഗ്ഷൻ ഇസ് ടു സെൻഡ് ദി പ്രോസസ്ഡ് റിസൾട്ട്സ് ടു ദി ഔട്ട്സൈഡ് വേൾഡ്, റൈറ്റ്, ക്വൈറ്റ് സിമ്പിൾ. ദ മോസ്റ്റ് ഫെമിലിയർ എക്സാമ്പിൾ എന്താണ്, പ്രിന്റർ ആണ്. മെമ്മറി യൂണിറ്റ്, the function of the memory unit എന്തിനു വേണ്ടിയാണ്, ടു സ്റ്റോർ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇതെന്താണ്, ഇൻസ്ട്രക്ഷൻസ് ആണ്, ഇത് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ഡേറ്റയാണ്. Now there are two classes of storage, രണ്ട് സ്റ്റോറേജ് ക്ലാസ്സസ് ഉണ്ട്. ഒന്ന് പ്രൈമറി മെമ്മറി ഉണ്ട്, രണ്ടാമത്തെ സെക്കൻഡറി മെമ്മറി ഉണ്ട്. The memory contains a large number of semiconductor storage cells. ഒരുപാട് സ്റ്റോറേജ് സെൽസ് ഉണ്ടാവും സെമികണ്ടക്ടർ, റൈറ്റ്, ഈച്ച് കേപ്പബിൾ ഓഫ് സ്റ്റോറിംഗ് 1 bit ഓഫ് ഇൻഫോർമേഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യാം. ഓരോ സെമി കണ്ടക്ടർ സെല്ലിൽ നിന്നുണ്ടാവും 1 bit ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. അതുപോലെ ഒരുപാട് ഇങ്ങനെ ഉണ്ടായി വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, മെമ്മറി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു രജിസ്റ്റർ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചു കാണും. ഒരു രജിസ്റ്ററിൽ എന്താണ്, സപ്പോസ് 8 bit രജിസ്റ്റർ ആണെങ്കിൽ 8 bits രജിസ്റ്റർ ആണെങ്കിൽ നമ്മൾ എന്താണ് 8 ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഓരോ സെൽ എന്തായിരിക്കും, ഓരോ ബിറ്റ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും. അങ്ങനെ 8 bit എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയും, 8 bit രജിസ്റ്റർ എന്ന് പറയും, റൈറ്റ്. അങ്ങനെ ഒരുപാട് സെൽസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിനെ മെമ്മറി എന്ന് പറയും. These cells are rarely read or written as individual cells, but instead are processed in groups of fixed size called words. Now this is very important point, right? Now നമുക്ക് എന്താണ്, ചില കമ്പ്യൂട്ടേഴ്സ് നമ്മൾ എന്ത് പറയും, ഇതുപോലെ നമ്മൾ ഓരോ ബിറ്റ് ഇൻഫോർമേഷൻ അല്ല പ്രോസസ് ചെയ്യുന്നത്, റൈറ്റ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് പ്രോസസ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്. അതെന്തായിരിക്കും, അതിനെ നമ്മൾ വേർഡ് എന്ന് പറയും, വേർഡ്സ് എന്ന് പറയും, റൈറ്റ്. ഓരോ പ്രോസസ്സറിന് ഓരോ കെപ്പബിലിറ്റി ആണ് ഉള്ളത്, റൈറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ, നമ്മൾ ഒരു സ്റ്റെയർ കേസിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, സ്റ്റെയർ കേസിന്റെ ഇപ്പൊ നമ്മൾ ഒരു അഡൾട്ട് ആണെങ്കിൽ എന്താണ്, ഒരു 2-3 സ്റ്റെപ്സ്, ഇല്ലെങ്കിൽ നല്ല പൊക്കമുള്ള ഒരാളാണെങ്കിൽ 3 സ്റ്റെപ്സ് വെച്ചിട്ട് കയറാൻ പറ്റും, റൈറ്റ്. ഒരു കുഞ്ഞാണെങ്കിൽ ഒരു 5 വയസ്സോ അതിന് താഴെ ആണെങ്കിൽ 1 സ്റ്റെപ്പ് അറ്റ് ടൈം ആയിരിക്കും കയറാൻ പോകുന്നത്, ഓൾ റൈറ്റ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഏജ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ എന്താണ്, എത്ര സ്റ്റെപ്സ് വേണമെങ്കിൽ അയാൾക്ക് എടുക്കാൻ പറ്റും, റൈറ്റ്. സപ്പോസ് എന്റെ കപ്പാസിറ്റി 2 സ്റ്റെപ്സ് വെച്ചിട്ട് എനിക്ക് കയറാൻ പറ്റും. അപ്പൊ എന്റെ വേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 സ്റ്റെപ്സ് ആണ്, ബിക്കോസ് ഐ ക്യാൻ പ്രോസസ് 2 സ്റ്റെപ്സ് അറ്റ് എ ടൈം, അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ ഇൻഡിവിജ്വൽ സെൽസിനെ എല്ലാം നമ്മൾ പ്രോസസ് ചെയ്യുന്നത്, ചില കമ്പ്യൂട്ടേഴ്സിന് 8 bit ഓഫ് ഇൻഫോർമേഷൻ ഒരുമിച്ച് പ്രോസസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. നമ്മൾ അതിനെന്ത് പറയും, അപ്പൊ ആ പ്രോസസ്സിന്റെ വേർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വേർഡ് എന്ന് പറയുമ്പോൾ 8 bits ആയിരിക്കും, അല്ലെങ്കിൽ 1 byte ആയിരിക്കും.
ചില പ്രോസസ്സേഴ്സിന് 16 ബിറ്റ് ഓഫ് ഇൻഫോർമേഷൻ ഒരുമിച്ച് പ്രോസസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും, ആ പ്രോസസ്സറിന്റെ വേർഡ് എത്ര ആയിരിക്കും എന്ന് പറയും, 16 ബിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 2 bytes ആയിരിക്കും. റൈറ്റ്. സോ വേർഡ് എന്ന് പറഞ്ഞാൽ അതാണ്. Now, the memory is organized so that the contents of one word containing n bits can be stored or retrieved in one basic operation. റൈറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മെമ്മറിനെ ഓർഗനൈസ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു പ്രോസസ്സറിന്റെ സപ്പോസ് 8 ബിറ്റ് ഇൻഫോർമേഷൻ ആണ് എന്താണ് അറ്റ് എ ടൈം എടുക്കാൻ പറ്റുക. സോ അതിന്റെ വേർഡ് എത്ര ആയിരിക്കും, 8 ബിറ്റ് ആയിരിക്കും. റൈറ്റ്. ഇവിടെ n ബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജനറൽ ആയിട്ട് കൊടുത്തിരിക്കുവാണ്. സോ എന്റെ പ്രോസസ്സറിന് 8 ബിറ്റ് ഇൻഫോർമേഷൻ അറ്റ് എ ടൈം എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ മെമ്മറിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യും? 8 ബിറ്റ് വെച്ച് എടുക്കാൻ പാകത്തിൽ ഞാൻ എന്ത് ചെയ്യും, അതിനെ ഓർഗനൈസ് ചെയ്യും. അപ്പൊ എന്റെ വേർഡ് ലെങ്ത് എത്രയാണ്? എന്റെ വേർഡ് ലെങ്ത് 8 ബിറ്റ് ആണ്. ചില പ്രോസസ്സേഴ്സിന് വേർഡ് ലെങ്ത് എന്തായിരിക്കും, 16 ബിറ്റ് ആയിരിക്കും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പ്രോസസ്സർ. To provide easy access to any word in the memory, a distinct address is associated with each word location. Now, വേറെ ഒരു കാര്യം ഇവിടെ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ഓരോ വേർഡിനും എന്തുണ്ടാവും? ഇപ്പൊ ഞാനിപ്പോ ഒരു 8 ബിറ്റ് വേർഡ് എന്ന് പറയാം, അപ്പൊ അതിനനുസരിച്ച് എന്തൊരു ഡിസ്റ്റിങ്ക്ട് അഡ്രസ്സും കൊടുക്കുന്നുണ്ടാവും. റൈറ്റ്. ഒരു മെമ്മറിയിൽ എന്തുണ്ടാവും? നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി? ഒരു മെമ്മറിന് നമ്മൾ ഒരു വേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ വേർഡ് എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് സൈസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ആണ് ഒരുമിച്ച് പ്രോസസ് ചെയ്യാൻ വേണ്ടി, അല്ലെ? അപ്പോൾ ഈ ഒരുമിച്ച് പ്രോസസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സിന് നമ്മൾ എന്ത് പറയും? വേർഡ്സ് എന്ന് പറയും. റൈറ്റ്. നൗ ടു പ്രൊവൈഡ് ഈസി ആക്സസ്, നമ്മൾ ഒരു വേർഡിനെ നമുക്ക് എടുക്കണം. റൈറ്റ്. അപ്പൊ എന്താണ്, നമ്മുടെ മെമ്മറിനെ ആ രീതിയിലായിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം നമ്മൾ എന്താ നോക്കിയത്? ഓരോ വേർഡിനും എന്താണ്, ഒരു ഡിസ്റ്റിങ്ക്ട് അഡ്രസ് കൊടുക്കും. റൈറ്റ്. അതിന് നമ്മൾ വേർഡ് ലൊക്കേഷൻ എന്ന് പറയും. റൈറ്റ്. നോ addresses are numbers that identify successive locations. Right. So ഓരോ ലൊക്കേഷൻ എന്തുണ്ടാവും? ഓരോ അഡ്രസ് ഉണ്ടാവും. റൈറ്റ്. അതിന് നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ കാണിക്കാൻ പോകുന്നത്. Now, a given word is accessed by specifying its address and issuing a control command that starts the storage or retrieval പ്രോസസ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു വേർഡിനെ ആക്സസ് ചെയ്യുന്നത്? ആ കറസ്പോണ്ടിങ് വേർഡിന്റെ അഡ്രസ്സിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യും. എന്നിട്ട് ആ അഡ്രസ്സിൽ പോയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കൺട്രോൾ കമാൻഡും കൂടെ നമ്മൾ എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് എടുക്കണമെങ്കിൽ എടുക്കാം, അങ്ങനെയും ചെയ്യാം. ഇനി മെമ്മറി യൂണിറ്റ് തീർന്നിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. Instruction and data can be written into memory or read out under the control of the processor. Right? മെമ്മറിന്ന് എഴുതുക, മെമ്മറിയിലോട്ട് എഴുതുക, അല്ലെങ്കിൽ മെമ്മറിന്ന് വായിക്കുക. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ചെയ്യുക. അത് നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് അത് വർക്ക് ചെയ്യും. Now, it is essential to be able to access any word location in the memory as quickly as possible. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്? ഓരോ വേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഇൻ വിച്ച് വി ക്യാൻ ആക്സസ്. റൈറ്റ്. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും അത്രയും ക്വിക്ലി ആയിരിക്കും നമ്മുടെ പ്രോസസ്സിംഗ് സ്പീഡ് നടക്കുക. റൈറ്റ്. സോ എന്താണ് നമ്മുടെ മേജർ ഉദ്ദേശം? എന്താണ്? ഒരു വേർഡ് ലൊക്കേഷൻ എത്ര പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അത്രയും നല്ലത്. റൈറ്റ്. അപ്പോ മെമ്മറിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ടൈപ്സ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒന്ന് മെയിൻ മെമ്മറി, ഇതിന് റാം എന്ന് വേണം നമ്മൾ പറയാം. റാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ നമ്മൾ ക്യാഷ് മെമ്മറി എന്ന് പറയും. മൂന്നാമത്തെ നമ്മുടെ സെക്കൻഡറി മെമ്മറി എന്ന് പറയും. സോ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾഡ്സ് ഓൺലി ദോസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓൺ വിച്ച് ദ കമ്പ്യൂട്ടർ ഈസ് കറന്റ്ലി വർക്കിംഗ്. നൗ യു മേ നമുക്ക് പലർക്ക് അറിയായിരിക്കും, പലർക്ക് അറിയില്ലായിരിക്കും. അറിയില്ലാത്തവർക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒന്ന് റാം ഉണ്ട്, അതുപോലെ നമ്മുടെ മെയിൻ ഹാർഡ് ഡിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ SSD എന്ന് പറയാം. റൈറ്റ്. സോ സപ്പോസ് ഹാർഡ് ഡിസ്ക്. അപ്പൊ ഒബ്വിയസ്ലി റാമിന്റെ സപ്പോസ് 16 GB ആണെന്ന് വിചാരിക്കുക, 16 GB, ആൻഡ് ഹാർഡ് ഡിസ്ക് എന്തായിരിക്കും? ചിലപ്പോൾ ഒരു 530 GB അല്ലെങ്കിൽ ഒബ്വിയസ്ലി ഹാർഡ് ഡിസ്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. റാം എന്തായിരിക്കും? റാം ഹാർഡ് ഡിസ്കിന് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. 16 GB 32 GB എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല സ്പീഡാണ് നമ്മൾ പറയുന്നത് റാം 16 GB ആണ്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റോർ ചെയ്ത് അതിനെ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരണം? റാമിലോട്ട്, മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. റൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഇതിനൊരു സപ്പോസ് നമ്മുടെ മെയിൻ കിച്ചൺ ഇവിടെയാണ്, കിച്ചൺ. റൈറ്റ്. ആൻഡ് ദിസ് ഇസ് അവർ നമ്മുടെ സ്റ്റോർ ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ പച്ചക്കറിയോ മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. റൈറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് നമ്മൾ വെജിറ്റബിൾസും നമ്മുടെ മീറ്റും ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു? കിച്ചണിൽ കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. റൈറ്റ്. നൗ സോ വാട്ട് ഈസ് കിച്ചൺ? കിച്ചൺ ഇസ് ദി മെയിൻ മെമ്മറി. ആ രീതിയിൽ നമുക്ക് നോക്കാം. ദിസ് ഇസ് വാട്ട്? സെക്കൻഡറി മെമ്മറി. ഇതിന്റെ ഇടയ്ക്ക് ക്യാഷ് മെമ്മറി ഉണ്ട്, അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. റൈറ്റ്.
സോ റാം എന്തായിരിക്കും? റാം കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. നമ്മൾ എന്താണോ റൺ ചെയ്യുന്നത് ആ റൺ ചെയ്യുന്ന കാര്യം നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരും? റാമിലോട്ട് കൊണ്ടുവരും, റൈറ്റ്? ആൻഡ് വൺസ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും റാമിന്ന് ആ സംഭവം പോവുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? സോ നമ്മുടെ സപ്പോസ് ഒരു MP3 അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ ഫയൽ നമ്മുടെ സെക്കൻഡറി ഡിവൈസിൽ സ്റ്റോർഡ് ആണ്. നമ്മൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ പെർട്ടിക്കുലർ ഫയൽ എങ്ങോട്ടേക്ക് വരും? റാമിലോട്ട് വരും. ആൻഡ് റാമിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം റൺ ചെയ്യുന്നതും നമ്മൾ നോക്കുകയൊക്കെ ചെയ്യുന്നത്. ആവശ്യം കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? റാമിൽ നിന്നും ആ കാര്യം കംപ്ലീറ്റ്ലി പോവും, റൈറ്റ്? പക്ഷെ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് അത് ഉണ്ടാവും. സോ റാം എന്താ ചെയ്യുന്നത്? വർക്കിംഗ്സ് ചെയ്യണ സമയത്ത് നമ്മൾ എന്താണ്? മെമ്മറിയിൽ എന്ത് സാധനവും നമുക്ക് വേണ്ട അതിലോട്ട് അത് കൊണ്ടുവരും, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ എന്താണ്? റാമിന് അധികം എന്താണ് സ്പേസിന്റെ ആവശ്യമുള്ള 16 GB ഒക്കെ ആണെങ്കിൽ ധാരാളം, റൈറ്റ്? സോ ഹോൾസ് ഓൺലി ദോസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഓൺ വിച്ച് ദ കമ്പ്യൂട്ടർ ഈസ് കറന്റ്ലി വർക്കിംഗ്. ദാറ്റ് മേക്സ് ഇറ്റ് വോളറ്റൈൽ ഓൾസോ. വോളറ്റൈൽ എന്ന് പറയുമ്പോൾ ആവിയായി പോവുക, റൈറ്റ്? അപ്പൊ നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ എന്താ ചില കാര്യങ്ങൾ റാമിലോട്ട് കൊണ്ടുവന്നു. റാമിലാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളെല്ലാം നടക്കുന്നത് റാമിൽ തന്നെയാണ്. പക്ഷെ വൺസ് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും റാമിന് ആ കംപ്ലീറ്റ് കാര്യങ്ങൾ പോവുകയാണ്. ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് കപ്പാസിറ്റി ആൻഡ് ഡേറ്റ ഈസ് ലോസ്റ്റ് വെൻ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. അതാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. Now it is generally made up of semiconductor devices. Now these memories are not as fast as registers. Now registers എവിടെയാണ് ഉള്ളത്? Register is also what? A sort of memory, right? Register എവിടെയാണ് ഉള്ളത്? നമ്മുടെ പ്രോസസ്സറിന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്, റൈറ്റ്? സോ പ്രോസസ്സറിന്റെ ഉള്ളിൽ തന്നെ ഉള്ള മെമ്മറി സെഗ്മെന്റ്സ് നമ്മൾ എന്ത് പറയും? രജിസ്റ്റേഴ്സ് എന്ന് പറയും. അത് വളരെ കുറവായിരിക്കും. ദാറ്റ് മീൻസ് 8 ബിറ്റ്സിന്റെ ഒരു 4-5 രജിസ്റ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, അങ്ങനത്തെ അതെല്ലാം പ്രോസസ്സിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും? അത് കൂടുതൽ ഫാസ്റ്റ് ആയിരിക്കും, റൈറ്റ്? അപ്പൊ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എവിടെ ആയിരിക്കും? നമ്മൾ രജിസ്റ്റേഴ്സിലായിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക. രജിസ്റ്റേഴ്സ് എവിടെ ആയിരിക്കും? പ്രോസസ്സറിന്റെ അകത്തായിരിക്കും, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ പറയുന്നത് ദീസ് മെമ്മറി, പ്രൈമറി മെമ്മറി രജിസ്റ്റേഴ്സിനേക്കാളും ഫാസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. സോറി, സ്ലോ ആണ് നമ്മൾ പറയുന്നത്. രജിസ്റ്റർ ആണ് ഫാസ്റ്റ്. നൗ ദ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ റിക്വയർഡ് ടു ബി പ്രോസസ്ഡ് റിസൈഡ്സ് ഇൻ ദി മെയിൻ മെമ്മറി. സോ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ളത്, വർക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ മെയിൻ മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തത് മെയിൻ മെമ്മറിയിലോട്ട് വരികയാണ് ചെയ്യുക. ഇതിൽ തന്നെ പ്രൈമറി മെമ്മറി തന്നെ 2 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് റാം ഉണ്ട്, മറ്റേത് റോം ഉണ്ട്. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. ഈ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റം ഒക്കെ നമ്മൾ സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ ചില കോൺഫിഗറേഷൻസ് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ അതിന്റെ ബൂട്ടപ്പ് ഫയൽസ് എല്ലാം ചെയ്തതിനു ശേഷം നമുക്ക് എന്താണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് റെഡി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോൾ ബട്ടൺ അമർത്തോ ആ കാര്യങ്ങളൊക്കെ നടക്കും, റൈറ്റ്? സോ അതിന് നമ്മൾ എന്ത് പറയും? ആ കാര്യങ്ങൾ നമ്മളൊന്നും ചേഞ്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അത് നടന്നേ പറ്റും, റൈറ്റ്? സോ അതെല്ലാം നമ്മൾ റീഡ് ഓൺലി മെമ്മറി പോർഷനിലായിരിക്കും സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, റൈറ്റ്? സോ പ്രൈമറി മെമ്മറിയുടെ റോം കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഒരിക്കലും ചേഞ്ച് ചെയ്യാത്ത കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അത് നമുക്കൊന്നും ആഡോ ഒന്നും ചെയ്യണ്ട, അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമ്മൾ അതിനെ വായിച്ചെടുത്താൽ മതി, റൈറ്റ്? സോ ഇതിനകത്ത് എന്തുണ്ടാവും? ഡേറ്റ എപ്പോഴും സ്റ്റോർഡ് ആയിരിക്കും. ഇപ്പൊ ബൂട്ടപ്പിന്റെ ഡേറ്റ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഹൈബർനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഡേറ്റ, ഇതെല്ലാം എവിടെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക? റോമിലായിരിക്കും. ഇതിന് നമ്മൾ എന്താ പറയാ? റീഡ് ഓൺലി മെമ്മറി. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് നമ്മൾ വായിച്ചെടുക്കുന്ന മാത്രമേ ഉള്ളൂ. റാൻഡം ആക്സസ് മെമ്മറി ഇപ്പൊ നമ്മൾ നോക്കിയ കാര്യമാണ്. റാൻഡം ആക്സസ് മെമ്മറി വേറെ എന്താണ്? നമ്മൾ കറന്റ്ലി ആക്സസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ റാൻഡം ആയിട്ട് നമ്മൾ റാൻഡം ആക്സസ്, അത് പേര് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം റാൻഡംലി ആക്സസ് ചെയ്യുന്നതാണ്, റൈറ്റ്? നമുക്ക് വേണ്ട കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് റാൻഡം ആക്സസ് മെമ്മറി, റൈറ്റ്? സോ അതിന്റെ സൈസ് കമ്പാരിറ്റീവ്ലി സെക്കൻഡറിനേക്കാളും കുറവായിരിക്കും, പക്ഷെ മെയിൻ വർക്ക് നടക്കുന്നത് ഇവിടെയാണ്. Now secondary memory, this type of memory is known as external memory or non-volatile memory. വൈ നോൺ വോളറ്റൈൽ? കാരണം ഇത് ആവിയായി പോകത്തില്ല, റൈറ്റ്? നമ്മൾ വർക്ക് ചെയ്തിട്ടെല്ലാം സേവ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? നമ്മുടെ ഹാർഡ് ഡിസ്കിലായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്, റൈറ്റ്? നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്? ആ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫയൽ എവിടെ ഇങ്ങോട്ടേക്ക് വരും? ആ ഫയൽ റാമിലോട്ട് വരും. റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം, റൈറ്റ്? നമ്മൾ റൺ ടൈം ചെയ്യുന്ന സമയത്ത് അത് റാമിലോട്ട് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ആ കിച്ചന്റെ എക്സാമ്പിൾ ഓർത്താൽ മതി. ആഫ്റ്റർ വി ആർ ഡൺ സേവ് ചെയ്തിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് റാൻഡം ആക്സസ് മെമ്മറി ആ സംഭവം മാറുകയാണ്. അതില്ല, അത് എവിടെ ആയിരിക്കും പോവാ? പിന്നെ നമ്മുടെ സെക്കൻഡറി മെമ്മറി തന്നെ ആയിരിക്കും സ്റ്റോർഡ് ആയിരിക്കുക. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് നോൺ വോളറ്റൈൽ മെമ്മറി. Now it is slower than the main memory. Obviously slower than the main memory, കാരണം മെയിൻ മെമ്മറി ആണ് കുറച്ചുകൂടെ ഫാസ്റ്റ്, റൈറ്റ്? കാരണം അവിടെയാണ് മെയിൻ വർക്കും കാര്യങ്ങളും നടക്കുന്നത്. സോ ഒബ്വിയസ്ലി സെക്കൻഡറി മെമ്മറി സ്ലോവർ ആണ്. Now
Although primary storage is essential, it tends to be expensive, right? Now primary storage എന്താണ് മെമ്മറി സെക്കൻഡറിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. നമുക്കറിയാം റാം എന്താണ് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് കാര്യം ചെയ്യുവാണ്, റൈറ്റ്? നമ്മുടെ വർക്കും മേജർ വർക്കും കാര്യങ്ങളെല്ലാം എവിടെ നടക്കുന്നത്, റാമിലാണ് നടക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ അത് സെക്കൻഡറി മെമ്മറിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ഈവൻ ദോ സെക്കൻഡറി മെമ്മറി സൈസിൽ കൂടുതലാണ്, പക്ഷെ എന്താണ് എക്സ്പെൻസീവ് ആരാണ്, നമ്മുടെ മെയിൻ മെമ്മറി ആണ്. അതിനേക്കാൾ എക്സ്പെൻസീവ് ആണ് രജിസ്റ്റേഴ്സ്. ഇനി ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ മെയിൻ മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ എന്താണ്, നമ്മൾ സെക്കൻഡറി മെമ്മറിയിലോട്ട് നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എവിടെ നമ്മുടെ കൊണ്ടിടും, നമ്മൾ ക്യാഷ് മെമ്മറിയിൽ കൊണ്ടിടും. സോ ക്യാഷ് മെമ്മറി ഇസ് എ വെരി ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറി വിച്ച് ക്യാൻ സ്പീഡ് അപ്പ് ദ CPU. ഹൗ? നമുക്ക് നോക്കാം. ഇറ്റ് ആക്ട് ആസ് എ ബഫർ ബിറ്റ്വീൻ CPU ആൻഡ് മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയും CPUന്റെ ഇടയ്ക്ക് വരുന്ന കാര്യമാണ് നമ്മുടെ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഹോൾഡ് ദോസ് പാർട്സ് ഓഫ് ഡേറ്റ ആൻഡ് പ്രോഗ്രാം വിച്ച് ആർ മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ബൈ ദി CPU, റൈറ്റ്? സോ എപ്പോഴും എന്താ, നമ്മൾ മെയിൻ മെമ്മറിയിൽ നിന്ന് ആക്സസ് സെക്കൻഡറി മെമ്മറി പോയിട്ട് ആക്സസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ എന്താണ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്യാഷിൽ കൊണ്ടിടും, റൈറ്റ്? സോ ദാറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരു ഷോപ്പ് കീപ്പർ പല സാധനങ്ങൾ അയാളുടെ അടുത്തുണ്ട്, റൈറ്റ്? സപ്പോസ് അത് ഉള്ളിലത്തെ മുറി ഇതാണ്, ഇത് ഇൻസൈഡ് റൂമാണ്. ഇവിടെയാണ് അയാൾ കൗണ്ടർ വെച്ചിട്ട് ഇരിക്കുന്നത്, റൈറ്റ്? സോ അയാളുടെ അടുത്ത് ഈ മുറിയിൽ എന്തൊക്കെ സാധനങ്ങളായിരിക്കും, നോട്ട്ബുക്സും പിന്നെ അതുപോലെ എന്താണ് കാർഡ്ബോർഡ് അല്ലെങ്കിൽ തെർമോകോൾ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തീർച്ചയായിട്ടും ഇവിടെ വെക്കത്തില്ല അയാൾ, റൈറ്റ്? ഇവിടെ എന്താ വെക്കുന്നത്, യൂഷ്വലി ആൾക്കാർ മേടിക്കുന്ന കാര്യങ്ങളായിരിക്കും. എന്തൊക്കെ, ചായപ്പൊടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഞ്ചസാര, പരിപ്പ്, പയർ, അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും ഇവിടെ ഇയാളുടെ അടുത്തിരിക്കുന്നത്. കാരണം എന്താണ്, ഏറ്റവും കൂടുതൽ ഇതാണ്. ഇപ്പൊ എന്തെങ്കിലും സപ്പോസ് ഇവിടെയാണ് പഞ്ചസാര കൊണ്ട് വെച്ചെങ്കിൽ എപ്പോഴും ആൾക്കാർ പഞ്ചസാര മേടിക്കാൻ വരും, ഇയാൾ അകത്തെ മുറി പോയിട്ട് എടുത്തുകൊണ്ട് വരേണ്ടി വരും, റൈറ്റ്? സോ എന്താണ്, ഇത് ഒരുപാട് ടൈം വേസ്റ്റേജ് ആണ്. ഇൻ ദ സെയിം മാനർ മെയിൻ മെമ്മറിയും CPUന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ചെറിയ മെമ്മറിയാണ് നമ്മുടെ ക്യാഷ്. ഈ ക്യാഷിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വെക്കും, അത് സോ ദാറ്റ് CPU നമ്മുടെ സ്പീഡ് അപ്പ് ആവാൻ വേണ്ടി. Now, the memory of a computer is normally implemented as a memory hierarchy of several levels of semiconductor units with different speeds and sizes. So, നമുക്ക് ഇത് മനസ്സിലായി, നമ്മൾ മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാത്രമല്ല, പല ടൈപ്സ് ഓഫ് മെമ്മറി നമുക്കുണ്ട്. യു ക്യാൻ സി ഏറ്റവും ടോപ്പിൽ വരുന്നത് എന്താണ്, CPU രജിസ്റ്റേഴ്സ് ആണ്. ഈ CPU രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ CPUന്റെ അകത്താണ് വരുന്നത്, ഇത് പുറത്ത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. CPUന്റെ ഉള്ളിൽ വരുന്ന ഒരു മെമ്മറി യൂണിറ്റ് ആണ് CPU രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പുറത്ത് വരുന്ന യു ക്യാൻ സി ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിക്, ഇതെല്ലാം എന്താ, നമ്മുടെ മാഗ്നറ്റിക് താഴെ മുതൽ ഇതെല്ലാം എന്താ, നമ്മുടെ സെക്കൻഡറി മെമ്മറിയാണ്, റൈറ്റ്? ഇത് നമ്മുടെ മെയിൻ ഇത്രയും കാര്യം നമ്മുടെ മെയിൻ മെമ്മറി, അത് ക്യാഷ് മെമ്മറിയാണ്. സോ യു സി നമ്മുടെ കോസ്റ്റ് ഏറ്റവും കൂടുതൽ രജിസ്റ്റേഴ്സിനായിരിക്കും, കാരണം അത് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണ് യൂസ് ആവുന്നത്. അത് CPUയിലാണ് ഉള്ളത്, റൈറ്റ്? സോ ദിസ് ഇസ് വെരി എക്സ്പെൻസീവ്. അത് കഴിഞ്ഞിട്ട് എക്സ്പെൻസീവ് ആണ് നമ്മുടെ ക്യാഷ് മെമ്മറി, ദെൻ മെയിൻ മെമ്മറി, അത് കഴിഞ്ഞിട്ട് എന്താണ്, സെക്കൻഡറി സ്റ്റോറേജിനാണ് എക്സ്പെൻസീവ്, റൈറ്റ്? സോ എക്സ്പെൻസ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ എന്താണ്, ഏറ്റവും എക്സ്പെൻസീവ് CPU രജിസ്റ്റേഴ്സ് ആണ്, റൈറ്റ്? അതുപോലെ തന്നെ നമ്മുടെ സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ടേപ്പിനായിരിക്കും, സെക്കൻഡറി സ്റ്റോറേജിനായിരിക്കും. അതിനേക്കാളും സൈസ് കുറവായിരിക്കും നമ്മുടെ മെയിൻ മെമ്മറി, അതിനേക്കാളും കുറവായിരിക്കും നമ്മുടെ ക്യാഷ് മെമ്മറി, അതിനേക്കാളും കുറവായിരിക്കും നമ്മുടെ രജിസ്റ്റർ. സോ ദീസ് ആർ ദി ഹൈറാർക്കി ഓഫ് ദി മെമ്മറി. ഓൾറൈറ്റ്, നൗ ALU, നമ്മുടെ ഫംഗ്ഷൻ യൂണിറ്റിൽ ALU എന്താ ചെയ്യുന്നത്? ALU നമുക്കറിയാം, ഇറ്റ് പെർഫോംസ് വാട്ട്, അർത്ഥമാറ്റിക് ആൻഡ് ലോജിക് ഉണ്ട്. അർത്ഥമാറ്റിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളും, ലോജിക് എന്ന് പറയുമ്പോൾ ലോജിക്കൽ, ഓർ, ആൻഡ്, നോട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ, XOR, ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ആരാണ്? ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ബേസിക് അർത്ഥമാറ്റിക്കും ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആ ഒരു അർത്ഥമാറ്റിക് ലോജിക് യൂണിറ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ പ്രസന്റ് വെയർ ഇൻ ദി പ്രോസസർ. Now, an example, suppose two numbers located in the memory are to be added. മെമ്മറിയിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് നമ്പേഴ്സ് നമ്മളിപ്പോൾ സപ്പോസ് മെമ്മറി പ്രോസസർ പുറത്താണ്, റൈറ്റ്? സോ മെമ്മറിയുടെ ഉള്ളിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ഈ രണ്ട് നമ്പേഴ്സ് എനിക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, റൈറ്റ്? അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഏറ്റവും ആദ്യം ഞാൻ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് ഇതിലുള്ള ഡേറ്റ എടുത്തുകൊണ്ട് വരും, റൈറ്റ്? So they are brought into the processor and the actual addition is carried out by the ALU, right? So ഇത് എങ്ങോട്ടേക്ക് കൊണ്ടുവരണം, നമ്മൾ പ്രോസസ്സറിലോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി what we need instructions, right? Now the sum may then be, നമ്മൾ ചെയ്തതിന് ശേഷം സം എന്താണ്, ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ഉടനെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് മെമ്മറിലോട്ട് തന്നെ നമ്മൾ എഴുതേണ്ടിയിരിക്കുന്നു, റൈറ്റ്? അതാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. Now
Any other arithmetic or logic operation, for example multiplication, division or comparison of number, is initiated by bringing the required operands into the processor where the operation is performed by the same കാര്യം തന്നെ പറയും. വേറെ ഏത് കാര്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം മെമ്മറിയിൽ നിന്നും പ്രോസസ്സറിലോട്ട് കൊണ്ടുവരണം. ഈ പ്രോസസ്സറിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ത്രൂ വാട്ട്, ALU. ALU എന്ന് പറയുമ്പോൾ അറിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. Now when operands are brought into the processor, they are stored in high speed storage elements called registers. Now ഇതിനെ നമ്മൾ ഇങ്ങനെ ഇൻസ്ട്രക്ഷനോ ഡേറ്റയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കും, ബേസിക് ഓപ്പറേഷനിൽ നമ്മൾ നോക്കും ഇതിന് എവിടെയായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രോസസ്സറിന്റെ ഉള്ളിലത്തെ മെമ്മറി നമ്മൾ നേരത്തെ നോക്കിയ പോലെ രജിസ്റ്റേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യും. അത് ഹൈ സ്പീഡ് എലിമെന്റ് ആയിരിക്കും, കാരണം നമുക്ക് പെട്ടെന്ന് ഡേറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. റൈറ്റ്. നൗ access time to registers are somewhat faster than access time to the fastest cache unit in the memory hierarchy. അതായത് നമ്മുടെ ക്യാഷിനേക്കാളും ഒബ്വിയസ്ലി കൂടുതലായിരിക്കും ഇതിന്റെ ആക്സസ് അത് ഫാസ്റ്റർ ആയിരിക്കും ഇതിന്റെ ആക്സസ് ടൈം. കൺട്രോൾ യൂണിറ്റ് എന്താണ്? ദ മെമ്മറി, അരിത്മെറ്റിക് ആൻഡ് ലോജിക് ആൻഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്സ് സ്റ്റോർ ആൻഡ് പ്രോസസ് ഇൻഫോർമേഷൻ ആൻഡ് പെർഫോം ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ നമ്മൾ നോക്കിയതായിരുന്നു. Now the operation of these units must be coordinated in some way. നമ്മൾ നോക്കി ഇൻപുട്ട് ഔട്ട്പുട്ട് കൊണ്ട് നമ്മൾ മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുത്തുകൊണ്ട് വന്നിട്ട് പ്രോസസ്സർ അതിനെ ഇതെല്ലാം ചെയ്യുന്ന ആരാണ്, കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്, കൺട്രോൾ യൂണിറ്റ് ആണ്. റൈറ്റ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The control unit is effectively the nerve center that sends control signals to other units and senses their states. അതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ. പല വേറെ യൂണിറ്റ്സിലോട്ട് സിഗ്നൽ സെൻഡ് ചെയ്യുക, അവരുടെ അവസ്ഥ മനസ്സിലാക്കുക, ഇതെല്ലാം ചെയ്യുന്ന ആരാണ്, കൺട്രോൾ യൂണിറ്റ് ആണ്. IO transfers consisting of input and output operations are controlled by the instructions of IO programs that identify the device involved and the information to be transferred. ഇതും എന്താണ്, IO ഡിവൈസിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതും ആരാ ചെയ്യുന്നത്, കൺട്രോൾ യൂണിറ്റിലൂടെയാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫംഗ്ഷൻ യൂണിറ്റിലുള്ളത്. ഐ തിങ്ക് ഇച്ചിരി ലെങ്തി ആയിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഒബ്വിയസ്ലി ഇത് വാട്ട് ആർ ദി ഫംഗ്ഷൻ യൂണിറ്റ്സ് വേണ്ടിയിട്ട് എക്സാമിനേഷനിൽ ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. എന്നാൽ പോലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണമായിരുന്നു. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അടുത്ത നമ്മുടെ ബേസിക് ഓപ്പറേഷൻ കോൺസെപ്റ്റ്സ് ആണ്. ഈ വീഡിയോ ലെങ്തി ആയിട്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ അതിന്റെ അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ബേസിക് ഓപ്പറേഷൻ കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്.